Hello all, welcome to another weekly market analysis video. You are listening to Anand and this is Stock Market Kerala. So Nifty നമ്മളൊരു വീക്ക്ലി ടൈം ഫ്രെയിം ഇട്ട് നോക്കുകയാണെങ്കിൽ വീക്ക്ലി നിഫ്റ്റി ഈ ഒരു വീക്കും എന്തായിരുന്നു അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു ബെയറിഷ് ട്രെൻഡായിരുന്നു നിഫ്റ്റി തന്നിരുന്നത്. അറൗണ്ട് 1.67% ആണത് നിഫ്റ്റി. ഈ ഒരു വീക്ക് നമുക്കൊരു എന്ത് പറയുന്നു ഒരു ബെയറിഷ് മാർക്കറ്റ് ആയിരുന്നു തന്നെ വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ നിഫ്റ്റിയിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് നമ്മളിവിടെ നിഫ്റ്റിയുടെ ഒരു സ്ട്രക്ചറോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ക്യാൻഡിൽ ഫോർമേഷൻസോ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ വലിയ സെൽ ഓഫാണ് നിഫ്റ്റിയിൽ നമ്മുടെ ചൊവ്വാഴ്ച വന്നത്. വളരെ ബെയറിഷ് മാർക്കറ്റായിരുന്നു നിഫ്റ്റി. അത്യാവശ്യം ട്യൂസ്ഡേ മാത്രമാണ് നിഫ്റ്റിയുടെ ആ ഒരു മേജർ മൂവ്മെൻറ്റ് ഉണ്ടായത്. ഏകദേശം 2.21% ആണെന്ത് അന്ന് ചൊവ്വാഴ്ച മാത്രം നിഫ്റ്റി ഡൗൺ സൈഡിലേക്ക് പോയത്. ആൻഡ് നമ്മളിവിടെ ഈ ഒരു വീക്ക് ആക്ച്വലി ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ ഈ ഒരു 3 ദിവസം മാത്രമാണ് മാർക്കറ്റ് ഉണ്ടായിരുന്നത്. ഫ്രൈഡേ റിപ്പബ്ലിക് ഡേ ആയിരുന്നു. സോ നമുക്ക് ഇനിയും മാർക്കറ്റ് ഉള്ളത് മൺഡേ ആണ്. സോ വരുന്ന വീക്ക് അത്യാവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീക്കാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയുന്നത്. കാരണം നമ്മൾ പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നമ്മുടെ ബജറ്റ് നമ്മൾ ഈ വരുന്നൊരു വീക്കാണ് ബജറ്റ് വരുന്നത്. ഓക്കെ, സോ നിഫ്റ്റി ഇനി ബുള്ളിഷിലേക്ക് പോകുമോ ഇല്ലയോ, ലെറ്റ് സി. സോ നമ്മൾ നിഫ്റ്റിയുടെ മേജർ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആയിട്ട് പറയുകയാണെങ്കിൽ 21,135 എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. പ്രീവിയസ് ഡേ ഹൈ ലോ ജസ്റ്റ് മാർക്ക് ചെയ്യാം. 21,486 വളരെ ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. ആൻഡ് നമ്മൾ അവർലി ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ആക്ച്വലി ഈ ഒരു വീക്കിൽ നമ്മൾ ലാസ്റ്റ് വീക്കിൽ നിഫ്റ്റിയിൽ നമുക്ക് കിട്ടിയ പ്രൈസ് ആക്ഷൻ ലെവൽസ് വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ലെവൽസ് ആയിരുന്നു. പക്ഷേ ഈ ഒരു വീക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അധികം അങ്ങനെ ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള ലെവൽസ് നമുക്ക് നിഫ്റ്റിയിൽ പൊതുവെ കുറവാണ്. ഓക്കെ, സോ നിഫ്റ്റിയിൽ അതായത് നമ്മുടെ ഈ ഒരു വീക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ലെവൽസ് അധികം ഒരു ആക്രോസി ഇൻ ദ സെൻസ്, അതായത് നമ്മൾ ലാസ്റ്റ് ലെവൽസും ഈ ലെവൽസും കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് വീക്കിൽ വരച്ച ലെവൽസിന് 80%, ഈ വീക്കിൽ വരച്ച ലെവൽസിന് ഒരു 30%, അങ്ങനെയല്ല. ലാസ്റ്റ് വീക്ക് വരച്ച ലെവൽസിന് ഒരു 80% ആക്രോസി ആണെങ്കിൽ നമ്മൾ ഈ വീക്ക് വരയ്ക്കുന്ന ലെവൽസ് ജസ്റ്റ് 75% ഉള്ളൂ. ജസ്റ്റ് മൈനർ ഡിഫറൻസ് ആണ് നമുക്ക് ഈ ഒരു വീക്ക് ലെവൽസിന് നമുക്ക് ഉള്ളത്. ഓക്കെ, സോ അവർലിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 348 പോയിൻറ്റിൻ്റെ റേഞ്ചിൻ്റെ അകത്താണ് നിഫ്റ്റി ഇപ്പം നിലവിൽ നിൽക്കുന്നത്. ആൻഡ് നമ്മുടെ ആ ഒരു പ്രീവിയസ് ഡേയുടെ അകത്ത് തന്നെയാണെന്ത്, അതായത് നമ്മുടെ ബുധനാഴ്ചത്തെ മാർക്കറ്റിൻ്റെ അകത്ത് തന്നെയാണെന്ത് വ്യാഴാഴ്ചത്തെ മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത്. സോ പ്രീവിയസ് ഡേ ഹൈയും പ്രീവിയസ് ഡേ ലോയും ലെവൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നമ്മൾ അപ്സൈഡ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 21,714 വേണം, കുറച്ചുകൂടി മുകളിലേക്ക് കയറാം. 21,746 എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ലെവലാണ്. യെസ്, നമുക്കത് മാറ്റി ഒന്ന് സോൺ ആക്കാം അതിന്. ഓക്കെ, ഈ ഒരു സോൺ 21,718 21,748 ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ. ആൻഡ് നമ്മൾ ഒന്നും കൂടി ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ലോവറിലേക്ക് പോകുമ്പോൾ നമുക്ക് ആക്ച്വലി ഒരധികം കൺഫേമിംഗ് ആയിട്ടുള്ള ലെവൽസ് ഇല്ല എന്ന് തന്നെ പറയാം. നമുക്ക് പ്രീവിയസ് ഡേ ഹൈ മാത്രമേ ഇപ്പം നിലവിൽ നമുക്ക് മാർക്ക് ചെയ്യാനുള്ള ഒരു നിവർത്തിയുള്ളൂ. ഓക്കെ, പ്രീവിയസ് ഡേ ഹൈയുടെ ആ ഒരു ലെവൽ 21,463 അതുപോലെ 21,481 ഈ രണ്ട് ലെവലുകൾ. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ഒരു ചെറിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ് 21,47 21,257. ഓക്കെ, ആൻഡ് നമ്മൾ ഡൗൺ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ 20,978 എന്ന് പറയുന്നൊരു ഇമ്പോർട്ടൻ്റ് ലെവലാണ്. അത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു വളരെ സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ളൊരു ലെവലാണ് അറൗണ്ട് നമ്മുടെ 20,773 എന്ന് പറയുന്ന ആ ഒരു പോയിന്റ്. അതിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലായിട്ട് മാർക്കറ്റ് വീണ്ടും ബെയറിഷിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലായിട്ട് നമുക്ക് വരയ്ക്കാൻ കഴിയുന്ന കുറച്ചൊരു ക്ലീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ നല്ല പ്രൈസ് ആക്ഷനുള്ള ലെവലാണ് 20,853 എന്ന് പറയുന്ന ഈ ഒരു ലെവൽ നമുക്ക്. ഓക്കെ, ആൻഡ് സോ നിഫ്റ്റിയിൽ നമ്മൾ
ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആയിട്ട് പറയുകയാണെങ്കിൽ 21,780. നമുക്ക് ഇവിടെ ജസ്റ്റ് മുകളിലോട്ട് നമുക്കൊരു ചെറിയ സ്കാൽപ്പ് ട്രേഡിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അറൗണ്ട് നമ്മുടെ 481 തൊട്ട്, സ്കാൽപ്പ് ട്രേഡിൽ ഒരു മേജർ ട്രേഡ് തന്നെയാണത്. അറൗണ്ട് എന്താണ് ഒരു 481 തൊട്ട് 552 വരെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ട്രേഡ് മാർക്കറ്റ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കത് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഓഫ് കോഴ്സ് നമുക്കെന്താണ് ഈ ഒരു 21,135 മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ഡൗൺഫോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ നിഫ്റ്റിയിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതിൽ നമുക്ക് ഈ ഒരു ഡൗൺഫോളിൻ്റെ ടാർഗറ്റ് അത്യാവശ്യം വലുതാണ്. ഡൗൺഫോൾ ടാർഗറ്റ് ഏകദേശം ഒരു 158 പോയിൻറ്റ്സോളമാണ് ആ ഒരു ഡൗൺഫോളിൻ്റെ ടാർഗറ്റ് വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഏകദേശം 21,75 എന്ന് പറയുന്ന ആ ഒരു ഇൻ്റർമീഡിയറ്റ് ലെവൽ നമുക്ക് നോക്കാം. ആൻഡ് സെക്കൻഡ് ടാർഗറ്റ് 20,078 ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ, സോ നിഫ്റ്റിയിൽ എനിക്ക് ഈ ഒരു വീക്കിലത്തെ ലെവൽസ് ആണ്. ശകലം പ്രോബിലിറ്റി കുറവാണ്, മേജർ ഡിഫറൻസ് അല്ല, ചെറിയ മൈനർ ഡിഫറൻസ് വെച്ചിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, സോ നിഫ്റ്റിയുടെ നമ്മൾ അതിൻ്റെ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ആക്ച്വലി 21,300 എന്ന് പറയുന്ന ലെവൽ വളരെ അതിൽ കോൾ റൈറ്റിംഗ് വളരെയധികം കൂടുതലാണ്. നമുക്ക് നിഫ്റ്റിയുടെ കേസിൽ മാർക്കറ്റ് ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റിലേക്ക് പോകാനാണ് നിഫ്റ്റി നമുക്ക് കാണിച്ചു തരുന്നത്. സോ മൺഡേ ഐ തിങ്ക് മാർക്കറ്റ് ഒരു വളരെ വലിയ ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്യാനാണ് സാധ്യത, ബിലോ 300. അതായത് ഈ ഒരു ലെവലിന് താഴെയായിരിക്കും മാർക്കറ്റ് മോസ്റ്റ്ലി ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുള്ളത്. നമ്മൾ ഡോ ജോൺസ് നോക്കുകയാണെങ്കിൽ 60 പോയിൻറ്റും അതുപോലെ SGX നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 113 പോയിൻറ്റ്സ്. യെസ്, സോ നമുക്കെന്താണ് മൺഡേ ഒരു അത്യാവശ്യം ഒരു അറൗണ്ട് ഒരു 100 പോയിൻറ്റ്സിൻ്റെ തന്നെ ഒരു ഗ്യാപ്പ് ഡൗൺ ആണെന്ന് കറൻ്റ്ലി നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയുന്നത്. ബട്ട് അത് കുറച്ചുകൂടി ആക്യുറേറ്റ് വാല്യൂസ് കിട്ടുന്നത് മോർണിംഗ് 8:30 നമുക്ക് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എവിടെയാണ് നിഫ്റ്റി ഓപ്പൺ ആവുന്നതെന്നുള്ള ഒരു ലെവൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ നിഫ്റ്റിയുടെ ഈ ഒരു വീക്ക് അത്യാവശ്യം ഒരു ബെയറിഷ് ടു സൈഡ് വേസ് അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് പോകാനാണെന്ന് നിഫ്റ്റിയുടെ ഈ ഒരു വീക്ക്. അതായത് മോസ്റ്റ്ലി ഐ തിങ്ക് ഈ ഒരു വീക്ക് മോസ്റ്റ്ലി സെല്ലേഴ്സിൻ്റെ ഒരു വീക്ക് ആകാനാണ് പോസിബിലിറ്റി. അതുപോലെ നമ്മുടെ ബജറ്റ് ഡേ ഫെബ്രുവരി 1 നമ്മുടെ ബജറ്റ് ഡേയുടെ അന്ന് മോസ്റ്റ്ലി എന്തായിരിക്കും മാർക്കറ്റ് വളരെ ഫാസ്റ്റായിട്ട് അല്ലെങ്കിൽ ഭയങ്കര അഗ്രസീവായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആയിരിക്കും എന്ന് നമുക്ക് ബജറ്റ് ഡേയുടെ അന്ന് നമുക്ക് ഇൻഡെക്സുകളിൽ കാണാൻ കഴിയുന്നത്. സോ അന്നത്തെ ആ ഒരു ട്രേഡിങ് വളരെ കോഷ്യസ് ആയിട്ടിരിക്കുക, വളരെ പവർഫുൾ മൂവ്സ് അല്ലെങ്കിൽ അഗ്രസീവ് മൂവ്സ് മാർക്കറ്റിൽ ഉണ്ടാകുന്ന പോസിബിലിറ്റീസ് വളരെയധികം കൂടുതലാണ്. ഓക്കെ, അതുപോലെ നമ്മൾ ബാങ്കിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ, ബാങ്ക് നിഫ്റ്റിയുടെ കേസിലേക്ക് പോവുകയാണെങ്കിൽ, ബാങ്ക് നിഫ്റ്റിയിൽ വീക്ക്ലി ടൈം ഫ്രെയിം, ബാങ്ക് നിഫ്റ്റിയിൽ അത്യാവശ്യം വീക്ക്ലി ടൈം ഫ്രെയിമിൽ നിഫ്റ്റിയിൽ അറൗണ്ട് 1.67% ആയിരുന്നെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം അത് അറൗണ്ട് 3.47% ആണ് ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു ഫോൾ ഉണ്ടായേക്കുന്നത്. ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഗ്യാപ്പ് ഫില്ല് ചെയ്തു, എന്നിട്ട് ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് നല്ലൊരു ലെവലിന് മുകളിലാണെന്ന് ബാങ്ക് നിഫ്റ്റി അവിടെ ക്ലോസിങ് തന്നിരിക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റി വീണ്ടും ഡൗൺഫോൾ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുൻപായിട്ട് ഈ ഒരു മേജർ ഫോളിലൊരു മേജർ പങ്ക് വഹിച്ച ആളാണ് HDFC. ഓക്കെ, സോ HDFC നമ്മൾ നോക്കുമ്പം ഓൾമോസ്റ്റ് ഒരു 2 വീക്സ് കൊണ്ട് ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച, നമുക്കൊരു 2 ആഴ്ച പിടിക്കാം. ഒരു 2 ആഴ്ച കൊണ്ട് തന്നെ നമ്മുടെ HDFC ഓൾമോസ്റ്റ് 12% HDFC ഡൗൺ ആണ്. ഓക്കെ, അറൗണ്ട് 12% സോ ഇതിൽ ഒരു കാര്യം പറയാനുള്ളത്, നോർമലി ഇതുപോലുള്ള ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിൽ അത്യാവശ്യം വളരെ നല്ല ഡിസ്കൗണ്ട് പ്രൈസിലേക്ക് കിട്ടുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് ചാടി വീഴാറുണ്ട്. ഓക്കെ, നല്ലൊരു പ്രൈസിൽ അതുപോലെ തന്നെ നല്ലൊരു സപ്പോർട്ടിൽ കിട്ടുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് നോർമലി അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ട്. സോ നമ്മൾ ജസ്റ്റ് നമ്മളൊരു ഒരു മൂവിങ് ആവറേജ്, ഒരു 200 മൂവിങ് ആവറേജ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമ്മൾ 200 മൂവിങ് ആവറേജ് ഇടുകയാണെങ്കിൽ മാർക്കറ്റ് ആ ഒരു മൂവിങ് ആവറേജിൻ്റെ ആ ഒരു ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതുപോലെ HDFCയുടെ പാസ്റ്റ് ഡേറ്റ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ 200 മൂവിങ് ആവറേജ് എന്ത് ചെയ്തിട്ടില്ല, ഒരു തവണയൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുള്ളൂ. മോസ്റ്റ്ലി അതിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, മാർക്കറ്റ് അവിടെ ബൗൺസ് ബാക്ക് ചെയ്യുന്നതാണെന്ന് സാധാരണഗതിയിൽ HDFCയുടെ ഒരു പ്രവണത കണ്ടിട്ടുള്ളത്. അത്
ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ വലിയ ഫോളം തരാൻ എന്താണ് മാർക്കറ്റ് മോസ്റ്റ്ലി വീണ്ടും എന്താണ് അപ്സൈഡിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി HDFCയിൽ വളരെയധികം കൂടുതലാണ്. ഇതതിൻ്റെ ഒരു കാര്യം. നമ്മൾ ടെക്നിക്കൽ സൈഡ് HDFC നോക്കുമ്പോൾ എന്താണ് HDFC നോക്കുമ്പോൾ 200 EMA സൈഡിലുണ്ട്. അതുപോലെ തന്നെ എന്താണ് വളരെ നല്ലൊരു സപ്പോർട്ടിലാണെന്ത് മാർക്കറ്റ് നിൽക്കുന്നത്. അതുപോലെ വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസായിട്ട് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് 2 ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സാണ്, FIAസും DIAസും. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സും അതുപോലെ തന്നെ എന്താണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സും. ഈ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൽ ഒരു മേജർ ആളാണ് LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. ഒരു മേജർ ആളാണ് പുള്ളിക്കാരൻ. നമ്മൾ HDFC നോക്കുകയാണെങ്കിൽ HDFCയിൽ LIC ഓൾറെഡി അവർ അറൗണ്ട് 5.19% സ്റ്റേക്ക് HDFCയിൽ ഓൾറെഡി ഉണ്ട് അവർക്ക്. അപ്പോൾ അത് നമ്മൾ ന്യൂസായിട്ട് പറയുകയാണെങ്കിൽ HDFC അവരുടെ 5.19%-ൽ നിന്നും അത് ഓൾമോസ്റ്റ് 10%-ലേക്ക് അത് കൂട്ടാൻ നോക്കുന്നുണ്ട്. സോ ഇത്രയും വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റർ ഒന്നും കാണാതെ ഏകദേശം 12% താഴെ നിൽക്കുന്ന മോശം റിസൾട്ട് തരുന്നൊരു ബാങ്കിങ് സ്റ്റോക്കിൽ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യില്ല. സോ അതായത് ഞാൻ പറയുന്നത് ഇവർ ഒറ്റ അടിക്ക് ഈ ഒരു 5% ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ല. അത് നമ്മൾ പെർസെൻറ്റേജ് വൈസ് നോക്കുമ്പോൾ ജസ്റ്റ് 5%, ബട്ട് അതിന് ആയിരക്കണക്ക് കോടിയുടെ ഷെയറുകളാണ് LIC പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അതവർ ഒന്നിച്ച് പർച്ചേസ് ചെയ്യില്ല. എങ്ങനെയായിരിക്കും? പാർട്ടായിട്ടായിരിക്കും അവർ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. സോ മോസ്റ്റ്ലി HDFC ടെക്നിക്കൽ വൈസ് നോക്കുകയാണെങ്കിൽ, ടെക്നിക്കൽ വൈസും ന്യൂസ് ബേസ് നോക്കുകയാണെങ്കിലും HDFCയിൽ എന്താണ് ഒരു പോസിറ്റീവ് സൈഡാണ് HDFCയിൽ കാണുന്നത്. സോ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം? HDFC മോസ്റ്റ്ലി ഇവിടെ കിടന്ന് കൺസോളിഡേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? നമുക്ക് വീണ്ടും ഒരു അപ്സൈഡിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി എന്തുണ്ട്? നമുക്ക് HDFCയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു കാരണം കൊണ്ടും നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസിലേക്ക് നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, ബാങ്ക് നിഫ്റ്റി ഒരു 1 day ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുമ്പോൾ 200 EMAയിൽ സപ്പോർട്ട് എടുത്താണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. ഓക്കെ, ഒരു 200 മൂവിങ് ആവറേജിൽ ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് എടുത്താണെന്ത് ബാങ്ക് നിഫ്റ്റി 200 EMAയിൽ കറൻ്റ്ലി നിൽക്കുന്നത്. സോ HDFCയുടെ ന്യൂസും ബാങ്ക് നിഫ്റ്റിയുടെ കേസും പറയുകയാണെങ്കിൽ മോസ്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം? ഒരു സൈഡ് വേസ് ടു ബുള്ളിഷ് മാർക്കറ്റ്. അത് ഉടനെ കാണില്ല, ബട്ട് എന്താണ് വരുന്ന ആഴ്ചകളിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ചകളോ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം? ആ രീതിക്കുള്ളൊരു മാർക്കറ്റ് നമുക്ക് HDFCയിൽ ബാങ്കിങ് സ്റ്റോക്കുകളിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസായിട്ട് പറയുകയാണെങ്കിൽ പ്രീവിയസ് ഡേയിലോ 44,428-ഉം 488-ഉം, അതുപോലെ 45,144-ഉം 45,494-ഉം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസാണ്. ആൻഡ് നമ്മൾ അവറിൽ നോക്കുമ്പോൾ ലെവൽസിന് വലിയ മോഡിഫിക്കേഷൻസോ കാര്യത്തിൻ്റെ ഒന്നും കാര്യമില്ല. ആൻഡ് നമ്മൾ ഡൗൺ സൈഡ് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ് 43,999. നമുക്കതിനെ എന്ത് ചെയ്യാം? നമുക്കതിനെ 44,000-ലേക്ക് കൊണ്ടുപോകും. ഓക്കെ, 44,000 നെക്സ്റ്റ് ബാങ്ക് നിഫ്റ്റിയിലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. അതുപോലെ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ലെവൽ ഏതാണ്? 43,218-ഉം 43,291-ഉം എന്ന് പറയുന്ന ഈ 2 ഇമ്പോർട്ടൻറ്റ് ലെവൽസാണ്. ഓക്കെ, ആൻഡ് അപ്സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഈ ഒരു സോൺ കൺസിഡർ ചെയ്യാം. ഈ ഒരു സോൺ 46,147-ഉം 46,194-ഉം അത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ചെറിയ സ്കാൽപ്പ് ട്രേഡ് ആയിട്ട് 46,582-ലേക്ക് നമുക്ക് നീങ്ങാവുന്നതാണ്. ഓക്കെ, സോ ബാങ്ക് സെക്ടറിൽ അത്യാവശ്യം HDFCയുടെ കേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പോസിറ്റീവ് ന്യൂസാണ്. അവർ ഉടനടി തന്നെ അക്വയർ ചെയ്യില്ല, പയ്യെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെറിയ ക്വാണ്ടിറ്റീസിലായിരിക്കും നമുക്ക് HDFC LIC അക്വയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതുപോലെ നമ്മൾ സെക്ടോറിയൽ ബ്രേക്കൗട്ടുകൾ, സെക്ടേഴ്സ് ഏതെങ്കിലും നല്ലതുപോലെ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്യാം. IT ഓൾ ടൈം ഹൈ ആണ്, ഓട്ടോ സെക്ടർ ഓൾ ടൈം ഹൈ ആണ്. ഫാർമ അത്യാവശ്യം മാർക്കറ്റ് നെഗറ്റീവ് ആയപ്പോഴും ഫാർമ അത്യാവശ്യം നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് മെറ്റൽ സെക്ടറിൽ ജസ്റ്റ് നമുക്ക് 200 EMA കൂടി ഒന്ന് അപ്ലൈ നോക്കാം. യെസ്, മാർക്കറ്റ് അത്യാവശ്യം ഹയർ ഹൈസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്താണ് മാർക്കറ്റ് പോകുന്നത്. അതുപോലെ
ഫിബ് നമ്മളിട്ട് നോക്കുകയാണെങ്കിൽ ഇല്ല, കാര്യമായിട്ടൊന്നും നമുക്ക് ഫിബ് റീട്രേസ്മെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ല. സോ വീക്ക്ലിയിൽ 2 ക്യാൻഡിൽ അത്യാവശ്യം ബുള്ളിഷ്, ഫസ്റ്റ് ഹാഫ് നെഗറ്റീവ് ആണെങ്കിലും സെക്കൻഡ് ഹാഫ് അത്യാവശ്യം ബുള്ളിഷായിട്ട് ക്ലോസ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്കവിടെ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന മെറ്റൽ സെക്ടേഴ്സിൽ അത്യാവശ്യം ബുള്ളിഷ്നെസ് നമുക്ക് വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യാം. ടാറ്റ സ്റ്റീൽ, JSW സ്റ്റീൽ അതുപോലുള്ള സ്റ്റോക്കുകൾ നമുക്ക് വീണ്ടും ബുള്ളിഷ്നെസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് വേറെ സെക്ടേഴ്സിലൊന്നും ഇല്ല. നമുക്ക് ഒരു കുറച്ച് കൺവിൻസിങ് ആയിട്ട് തോന്നിയത് മെറ്റൽ സെക്ടറാണ്. നമുക്ക് ടാറ്റ സ്റ്റീൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, ടാറ്റ സ്റ്റീലിൽ സെൽ ഓഫ് വന്നു, അതുപോലെ ബൈയിങ് വന്നിട്ടുണ്ട്. ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ട് സെൽ ഓഫ് ആണ് വന്നത്. അപ്പോൾ അത്യാവശ്യം വീക്ക്ലി ഗുഡ്. വീക്ക്ലി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള ബൈയിങ് പ്രഷർ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ടാറ്റ സ്റ്റീലിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്കിതിലും ഫിബ് ലെവൽസ് ഞാൻ അങ്ങനെ നോക്കാറില്ല. ബട്ട് നമുക്ക് ചെറിയൊരു കൺഫർമേഷൻ വേണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് നോക്കാമെന്നേ ഉള്ളൂ. ജസ്റ്റ് എന്താണ് 50% റേഞ്ചിൽ നിന്നാണ് മാർക്കറ്റ് വീണ്ടും അപ്സൈഡിലേക്ക് പോകാനൊരു പോസിബിലിറ്റി മാർക്കറ്റ് കാണിക്കുന്നത്. സോ മെറ്റൽ സെക്ടറിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിനുള്ള ഓപ്പർച്യൂണിറ്റീസ് മെറ്റൽ സെക്ടറിലുണ്ട്. സോ യെസ്, ഓപ്പൺ ഇൻട്രസ്റ്റ്, നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ലെവൽസ് സെക്ടേഴ്സ് അനാലിസിസ് ചെയ്തു. ആൻഡ് ഇനി നമ്മൾ ഇൻട്രാഡേയിലേക്ക് കിടക്കുകയാണെങ്കിൽ, ബട്ട് ഈ വീക്കിലെ ഇൻട്രാഡേ സ്റ്റോക്സ് നമ്മൾ ലാസ്റ്റ് വീക്കിൽ പറഞ്ഞത് അത്ര കൺവിൻസിങ് അത് മേജർ ഡിഫറൻസ് അല്ല, മൈനർ ഡിഫറൻസസ് എനിക്ക് അത്ര കൺവിൻസിങ് അല്ല. ഐ മോസ്റ്റ്ലി പ്രിഫർ ബെയറിഷ് പ്ലാനുകളാണ് ഞാൻ നോർമലി പ്രിഫർ ചെയ്യുന്നത്. സോ വിപ്രോ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ട്രയാങ്കിൾ പാറ്റേൺ വിപ്രോയിൽ ഫോം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് ട്രേഡ്സ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കവിടെ കൺസിഡർ ചെയ്യാം. ഞാൻ വളരെ വലിയ ടാർഗറ്റ്സോ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു 1:2 റിസ്ക് റിവാർഡിൽ നമുക്ക് ചെറിയ ട്രേഡുകൾ വിപ്രോയിൽ എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ HDFC ബാങ്ക് വേണ്ട, ഹാവൽസിലും ചെറിയ ഒരു ഇൻട്രാഡേ ട്രേഡാണ്. മാർക്കറ്റ് അത്യാവശ്യം ഒരു മേജർ ലെവലിൽ വന്നിട്ട് മാർക്കറ്റ് ഒരു ഡബിൾ ബോട്ടം പോലത്തെ പാറ്റേൺസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഒരു അപ്സൈഡ് ട്രേഡ് പിടിക്കാം. ഓൾമോസ്റ്റ് അറൗണ്ട് എത്രയാണ് 0.59% ഫസ്റ്റ് ടാർഗറ്റും ഒരു സെക്കൻഡ് ടാർഗറ്റായിട്ട് നമുക്ക് ഈ ഒരു പോയിന്റ് ഓൾമോസ്റ്റ് നമുക്കതിൽ അപ്സൈഡ് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന അറൗണ്ട് ഒരു 1.16% നമുക്കൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് ഹാവൽസിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. നോർമലി അത് നല്ല ബുള്ളിഷ് മാർക്കറ്റ് ആണെങ്കിൽ ഈ ഒരു വീക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി എന്താണ് ഹാവൽസിൽ വളരെയധികം കൂടുതലാണ്. അതുപോലെ പേടിഎം നോക്കുകയാണെങ്കിൽ പേടിഎം അത്യാവശ്യം ഒരു ട്രയാങ്കിൾ പാറ്റേൺ പോലെയാണ് ഫോം ചെയ്തത്. അത് നമ്മൾ തിയറിയിൽ പറയുമ്പോൾ പാറ്റേൺ എന്ന് പറയുമെങ്കിലും ജസ്റ്റ് എന്താണ് ഒരു ട്രെൻഡ് ലൈൻ്റെ കോൺസെപ്റ്റും അതുപോലെ തന്നെ ഒരു കുഴപ്പമില്ലാത്ത ഒരു റെസിസ്റ്റൻസിൻ്റെ കോൺസെപ്റ്റും മാത്രമേ ഇവിടെയുള്ളൂ. സോ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഒരു അപ്സൈഡ് ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ഒരു ബെയറിഷ്. ഞാൻ ഈ ഒരു വീക്കിൽ ബാങ്കിങ് സെക്ടർ പോസിറ്റീവാണ് പറയുന്നത്. ബട്ട് നിഫ്റ്റിയുടെ ഒരു കേസ് പറയുകയാണെങ്കിൽ നിഫ്റ്റി അവിടെ നെഗറ്റീവാണ് പറയുന്നത്. സോ ലെറ്റ് സി, നമുക്ക് 3 ദിവസം വെള്ളി, ശനി, ഞായർ 3 ദിവസം അവധിയായിരുന്നു. മൺഡേ ഒരു ഫസ്റ്റ് ഹാഫൊക്കെ ആകുമ്പോഴത്തേന് മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആവും. നമുക്കതിൽ നിന്ന് വ്യക്തമായ വ്യൂ നമുക്കതിൽ നിന്ന് കിട്ടാവുന്നതാണ്. സോ പേടിഎം മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 787 വരെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. ഡൗൺ സൈഡ് ബ്രേക്ക് ആണെങ്കിൽ അറൗണ്ട് ഒരു 740 വരെ നമുക്ക് വേണമെങ്കിൽ അവിടെ വരെ ഒരു ടാർഗറ്റ് നമുക്കതിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് പിഡിലൈറ്റ് എടുക്കാൻ കാരണം ഒരു 5 മിനിറ്റ് ക്യാൻഡലിൻ്റെ റേഞ്ചിലാണ് മാർക്കറ്റ് കുറേ നാളായിട്ട് കിടക്കുന്നത്. അറൗണ്ട് 2 ദിവസം കൊണ്ട് മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ റേഞ്ചിലാണ് മാർക്കറ്റ് കിടക്കുന്നത്. മാർക്കറ്റ് ബെയറിഷ് ട്രെൻഡിലേക്ക് പോവുകയാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ബേസ് ബ്രേക്ക് ചെയ്താൽ നമുക്ക് അത്യാവശ്യം ഇവിടെ വരെ അറൗണ്ട് 2530 വരെ നമുക്ക് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അറൗണ്ട് 1.5% ഉണ്ട്. അത് വളരെ ഫാസ്റ്റ് മൂവ്മെൻ്റ് ആയിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ടാർഗറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. ആൻഡ് ദ ലാസ്റ്റ് ടാറ്റ പവറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു നല്ല സെൽ ഓഫ് വന്ന പോയിന്റിലാണ് ഇപ്പം നിലവിൽ മാർക്കറ്റ് നിൽക്കുന്നത്. അത്യാവശ്യം നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ട് പോലെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ ജസ്റ്റ് ഈ ഒരു ബേസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ചെറിയൊരു ട്രേഡ്, വലിയ റിസ്ക് ഒന്നും ഇല്ലാത്ത അറൗണ്ട് 0.8% നമുക്ക് റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ ചെറിയൊരു ട്രേഡ് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു ഏരിയ നമുക്ക് ഇവിടെ വേണ്ട, നമുക്ക്
ഈ ഒരു സപ്പോർട്ടിൽ പിടിക്കാം. ബിക്കോസ് ആ ഒരു സപ്പോർട്ട് വളരെ പ്രൈസ് ആക്ഷൻ വൈസ് അല്ലെങ്കിൽ എന്താണ് ലെവൽ വൈസ് വളരെ നല്ലൊരു സപ്പോർട്ടാണ്. സോ നമുക്ക് അത്യാവശ്യം എന്ത് ചെയ്യാം, ഈ ഒരു ബേസ് ഒക്കെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് എന്ത് ചെയ്യാം എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് മോസ്റ്റ്ലി ഈ ഒരു പോയിന്റ് വരെ എന്ത് ചെയ്യാം, നമുക്ക് ടാറ്റ പവറിൽ ഒരു ചെറിയ ഇൻട്രാഡേ ട്രേഡ് നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും സെയിം വ്യൂ അല്ല ഈ ഒരു വീക്ക് കാണിക്കുന്നത്. നിഫ്റ്റി കാണിക്കുന്ന ഒരു ബെയറിഷ് ടു സൈഡ് വേസ് ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റി അവിടെ സൈൻസ് ഓഫ് ബുള്ളിഷ്നെസ് കാണിക്കുന്നുണ്ട്. ബിക്കോസ് HDFCയിൽ ഒരു പോസിറ്റീവ് ന്യൂസ് ഉള്ളതുകൊണ്ട് മാത്രം. ICICIയുടെ മാർക്കറ്റ് ഒരു നെഗറ്റീവ് പെർഫോം ചെയ്ത ദിവസം ICICI ബാങ്കിൻ്റെ റിസൾട്ട് എന്താണ്, ICICI ബാങ്കിൻ്റെ റിസൾട്ട് ഓൾമോസ്റ്റ് പോസിറ്റീവ് ആയിരുന്നു. ആൻഡ് ഒരു ദിവസം ICICI ബാങ്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്തിരുന്നു. നമ്മുടെ സാറ്റർഡേ അത്യാവശ്യം ICICI റിസൾട്ട് പോസിറ്റീവ് നല്ല രീതിക്ക് പെർഫോം ചെയ്ത് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ടാണ് ICICI ബാങ്കിൽ ഒരു സെൽ ഓഫ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ മിക്സഡ് വ്യൂ ആണ് ഈ ഒരു വീക്ക്. കാരണം നിഫ്റ്റി സൈൻസ് ഓഫ് ബെയറിഷ്നെസ്, ബാങ്ക് നിഫ്റ്റി സൈൻസ് ഓഫ് ബുള്ളിഷ്നെസ് ആണ് കാണിക്കുന്നത്. സോ ലെറ്റ് സി, നമുക്ക് മൺഡേ ഒരു ഫസ്റ്റ് ഹാഫ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, മൺഡേ ഒരു ഫസ്റ്റ് ഹാഫ് ഒക്കെ ആകുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു വ്യക്തമായ വ്യൂ നമുക്ക് ഇതിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ അനാലിസിസ് പറഞ്ഞു. സോ നിങ്ങളുടെ അനാലിസിസ് സ്വന്തമായിട്ട് ചെയ്യുക ആൻഡ് ട്രേഡ് വെൽ, കൺസിസ്റ്റൻറ്റും ഡിസിപ്ലിനായിട്ട് ട്രേഡ് ചെയ്യുക. Okay, so this is Anand signing off. Thank you.